അമ്മയ്ക്കെങ്കിലും എന്നെ വിളിച്ചൊന്ന് പറയായിരുന്നു. അതിന് പറ്റിയ മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല അമ്മ. ഇപ്പൊ പിന്നെ അച്ഛൻ ശരിക്കൊരു സന്യാസിയെ പോലെയായി. കാവ്യം രുദ്രാക്ഷമാലയൊക്കെ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആശ്രമത്തിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തില്. അവിടെ എവിടെയെങ്കിലും ആയിരിക്കും അമ്മ ഇപ്പൊ ഉണ്ടാവുക. അമ്മയും കൊണ്ട് ഏതോ ആശ്രമത്തിൽ പോവാണെന്നാ പറഞ്ഞത്. അമ്മയും മാനസിക വിഭ്രാന്തി വന്നതുപോലെയല്ലേ ഇവിടെ നിന്ന്. ആയിക്കോട്ടെ, എന്നാലും എങ്ങോട്ടേക്കാണ് പോയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പോയി കാണാനോ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒക്കെ കഴിയുമായിരുന്നില്ലേ? മക്കളെന്ന നിലയിൽ നമ്മൾ ആ കടമ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കേണ്ടതുമാണ്. ഇതിപ്പോ എവിടെയാണെന്നറിയാതെ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇതിപ്പം ഇരട്ടി തപ്പേണ്ട അവസ്ഥ വന്നു. അമ്മയും കൂട്ടി അച്ഛൻ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് അച്ഛൻ കുഞ്ഞേച്ചിയെ വിളിക്കുമായിരിക്കും. ഞങ്ങളെ ആരെയും വിളിച്ചില്ലേലും അച്ഛൻ കുഞ്ഞേച്ചിയെ വിളിക്കും. പിന്നെ ആശ്രമമാണ്, സ്വാമിമാരാണെന്ന് പറഞ്ഞാലും ചികിത്സയ്ക്ക് പണം ആവശ്യം വരുമല്ലോ. പിന്നെ അച്ഛന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ തീർച്ചയായും കുഞ്ഞേച്ചി അച്ഛൻ വിളിക്കും. ഇനി ഞങ്ങളെ വിളിച്ച് വിവരം പറയുവാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞേച്ചി വിളിച്ച് പറയാം. അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് അമ്മ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടല്ലല്ലോ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയത്. കുഞ്ഞേച്ചി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങളുടെ ശല്യം സഹിക്കവയതെ അമ്മ ഇറങ്ങിപ്പോയിന്നാണോ നീ പറഞ്ഞു വരുന്നേ? അല്ല, ഇതിപ്പം കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. എന്റെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ പിന്നീട് അങ്ങനെ ആയിരുന്നു എന്ന് ആരും പറയരുത്. എനിക്കിപ്പോ അത്രേ പറയാനുള്ളൂ. എന്തായാലും അമ്മയെ ഞാൻ അന്വേഷിക്കാതിരിക്കില്ല. അച്ഛൻ വിളിക്കോ നോക്കട്ടെ. ശരി. എന്താടി അവളിങ്ങനെ? വല്യേച്ചിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സമാധാനം. അനു. മാഡം, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കണം. യഥാർത്ഥ കല്യാണം സ്വർഗത്തിൽ മാലാഖമാർക്കൊപ്പം വിശുദ്ധ പേടകത്തിൽ നടത്തപ്പെടുന്നു എന്നതിനെ കീഴ്മേൽ മറിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ രഹസ്യമായ ഒരു കല്യാണം നടന്നിരിക്കുന്നു. അത് മറ്റാരുടേതുമല്ല, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനിയുടേത്. വരൻ മറ്റാരുമല്ല, വീട്ടിലെ ഡ്രൈവർ പണിക്കും ഗുണ്ടാപ്പണിക്കുമായി നിൽക്കുന്ന മാണിക്കോത്ത് ശിവൻ. കേസ് എങ്ങനെ ഇവർ സെറ്റായെന്നറിയില്ല. പക്ഷേ ഇവരുടെ ബന്ധം മനസ്സിലാക്കിയിട്ടാണ് ആദ്യ ഭർത്താവ് വിഷ്ണു നാടുവിട്ടതെന്നും ചെറിയ കിംവദന്തിയും പരക്കുന്നുണ്ട്. പക്ഷേ അത് കിംവദന്തി അല്ല, സത്യമാണെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.